ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് സൺസെറ്റ് കാണാൻ വേണ്ടി ആലപ്പുഴയ്ക്ക് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ പോയപ്പോൾ സംഭവിച്ചതിൻ്റെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് സൺസെറ്റ് കാണാൻ വേണ്ടി ആലപ്പുഴയ്ക്കുമാണ്. നമ്മൾ ക്ലാസ് കഴിഞ്ഞ് നേരെ ഉഴവൂരിന്നാണ് പോകുന്നത്. ഉഴവൂർ, ഏറ്റുമാനൂർ, തണ്ണീർമുക്കം കൂടിയാണ് നമ്മളിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്നത്. ആലപ്പുഴ നമ്മുടെ ഫ്രണ്ടുണ്ട്, അവിടെ ചെന്ന് അവരെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകും. നമ്മളൊരു വൈകുന്നേരം സമയത്ത് പോകുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. ഈ കാലാവസ്ഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ആകാശമെല്ലാം കണ്ട് റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലിംഗാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയം, ഒരു 4 മണി 3:45 4 മണി ആ സമയമാകുമ്പോഴത്തേനും എന്താണെന്ന് അതിലൊരു പ്രത്യേക ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ആകാശങ്ങളിൽ പ്രത്യേക ഭംഗിയാണ്. അപ്പം ആകാശത്ത് കാണുന്ന മേഘങ്ങളും അത് ഒരു പ്രത്യേക ഫീലിംഗാണ്. അത് കണ്ട് നമ്മളിങ്ങനെ ബൈക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാറ്റും. പിന്നെ നമ്മുടെ ഈ റൂട്ടിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ വഴി പോകുമ്പം കോട്ടയം ആലപ്പുഴ നമ്മൾ വ്യത്യാസം നല്ലപോലെ അറിയാൻ പറ്റും. അതായത് നമ്മുടെ ഈ കോട്ടയം ജില്ലയിലെ റബ്ബറും കാര്യങ്ങളൊക്കെ മാറി ആ വഴിയിൽ കയറുമ്പോൾ തന്നെ 2 സൈഡും കണ്ടങ്ങളും അതായത് തെങ്ങും തോപ്പൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗാണ്. അതൊക്കെ ആ വ്യത്യാസം, അതായത് കോട്ടയം ആലപ്പുഴ നമ്മൾ വ്യത്യാസമാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട്. അതുപോലെ തന്നെ ആ സമയത്തടിക്കുന്ന ആ ഒരു വെട്ടം, അത് ഈ നെൽപ്പാടങ്ങളിലൊക്കെ ഇങ്ങനെ വിതറി കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് എന്തായാലും പറയും. അത് നമുക്ക് ആ ഒരു വെറൈറ്റി അനുഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തണ്ണീർമുക്കം ബണ്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സൂര്യപ്രകാശം ആ കായലിലേക്ക് വീഴുമ്പോൾ ഒരു ഗ്ലേസിങ്, അത് നമുക്ക് ആ ചുറ്റും കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. അത്ര മനോഹരമായൊരു കാഴ്ച. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അവനെ നേരെ പിക്ക് ചെയ്യാൻ അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവനെ പിക്ക് ചെയ്ത് നേരെ ബീച്ചിലേക്ക്.